ഹലോ എവറി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മളുള്ളത് കൈരളി ടൊയോറ്റയുടെ ഒരു എക്സ്പീരിയൻസ്, ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കൈരളി ടൊയോറ്റ ഒരു പവലിയനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് വെഹിക്കിൾസ് ആണ് ഓഫ് റോഡിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. ഒന്ന് മെയിനായിട്ട് ഇറങ്ങുന്നത് ടൊയോറ്റ ഹൈലക്സും പിന്നെ നമ്മുടെ ഫോർച്യൂണറുമാണ്. ഈ രണ്ട് വെഹിക്കിളിൻ്റെ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആണ്. കൈരളി ടൊയോറ്റയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു എക്സ്പീരിയൻസ്, ഓഫ് റോഡിങ് എക്സ്പീരിയൻസ്, അതിൻ്റെ വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റിയും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. ടൊയോറ്റയുടെ വണ്ടികൾ നോക്കുന്നവർക്കൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈവിൽ പങ്കെടുക്കുന്നുണ്ട് ഈ എക്സ്പീരിയൻസിൽ. അപ്പം നമുക്ക് കുറച്ച് വിഷ്വലും അതിൻ്റെ ഓഫ് റോഡിങ് വെഹിക്കിളിൻ്റെ ഒരു വിഷ്വൽസും ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിൻ്റെ വിഷ്വൽസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രാക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാക്ക്. ഇത് ട്രാക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ഇത് തുടക്കമാണ്. ഈ ഒരു ചെറിയൊരു ഇപ്പം നമ്മൾ മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം നല്ല ഉണക്കായതുകൊണ്ട് മൊത്തം ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ട്രാക്ക് മൊത്തത്തിൽ കിടക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ റബ്ബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട് മൊത്തം ഈ ഒരു കരിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്ലിപ്പർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇപ്പം മൊത്തത്തിൽ കിടക്കുന്നത്, ട്രാക്കിന്റെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ അകത്തോട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. യെസ്, പിന്നെ ഇവിടെ ആണ് ഇപ്പോൾ ഒരു ഡീപ്പ് ഒരു ഇൻക്ലിനേഷൻ ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. അവിടെ ഒരു ഇച്ചിരി കൺജസ്റ്റ് ആണ്. രണ്ട് മരത്തിന്റെ ഇടയിൽ കൂടാണ് നമ്മുടെ വെഹിക്കിൾസ് രണ്ടും കടന്നു വരേണ്ടത്. ഈ ഒരു ഭാഗമൊക്കെ ഒരു കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ വേണ്ട ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കരിയില ആയതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ആർട്ടിക്കുലേഷൻസും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനത്തെ ഒരു ട്രാക്കാണ് മൊത്തത്തിൽ. അപ്പൊ ഇത് കൂടുതൽ വെഹിക്കിളിന് സ്ലിപ്പറി ആകുന്നുള്ള ഒരു ചാൻസസ് കൂടുതലുള്ള ഒരു ട്രാക്കാണ്. നടക്കുമ്പോൾ പോലും നമ്മൾ ചെല്ലുന്നുണ്ട്. അപ്പം ഈ ഒരു കരിയിലൊക്കെ ഇതിന് അത്രയും കിടക്കുന്നത് കൊണ്ട്. പിന്നെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഒന്നുകൂടെ അടിപൊളി ആയനായിരുന്നു. കാരണം ആ ഒരു ചെളിയുടെ ഒരു ഫീലും ഇവിടെ കിടലായനെ. പക്ഷെ മഴയില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ ട്രാക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു കർവ് കിട്ടുന്നുണ്ട് നമുക്കിവിടെ. ഇനിയിപ്പോ നമുക്ക് കൂടുതൽ അകത്തോട്ട് പോവാം. യെസ്, ഇതിപ്പോ നമ്മുടെ ഈ ട്രാക്കില് ഒരു നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ ഈ ഹൈലക്സ് കയറി വരുന്നത്. അപ്പൊ കാണുമ്പോ അത്ര തോന്നുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. വളരെ അനായാസം തന്നെ കയറിപ്പോയി നമ്മുടെ ഹൈലക്സ്. അത്ര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി രണ്ടും സ്റ്റോക്ക് ടയേഴ്സിലാണ് വെഹിക്കിൾസ് രണ്ടും പെർഫോം ചെയ്യുന്നത്. ഒന്നും ഒരു എന്താ പറയുന്നത് ആക്സറീസോ അല്ലെങ്കിൽ ടയർ അപ്ലിഫ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ടയർ എല്ലാം സ്റ്റോക്ക് ടയേഴ്സിൽ തന്നെയാണ് പോകുന്നത് ഈ രണ്ട് വെഹിക്കിൾസും.
ഇവിടെ ഇപ്പൊ നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്റെ ഷൂ തന്നെ തെന്നി പോവാം, അത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് ഈ സ്റ്റോക്ക് ടയറിലാണ് ഈ വെഹിക്കിൾസ് രണ്ടും പെർഫോം ചെയ്തേണ്ട. ഇപ്പൊ വേണ്ട നമ്മുടെ ഫോർച്യൂണറും ഒക്കെ കയറിപ്പോയത് ഈ ഒരു ടെറൈനിലൂടെയാണ്. യെസ്, ഞാനുണ്ടോ ഈ ഒരു ടെറൈനിലൂടെയാണ് ഇപ്പൊ ഈ ഫോർച്യൂണറും ഹൈലക്സ് ഇപ്പം രണ്ടാമത് കറങ്ങി വന്ന് കയറിപ്പോയത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഡ്രൈവിലേക്ക് പോവാം. ഡ്രൈവിൽ നമുക്ക് ഇനി ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. യെസ്, ഇതാണ് ഇപ്പൊ പെർഫോം ചെയ്ത രണ്ട് വെഹിക്കിൾസും. ഇത് രണ്ടും സ്റ്റോക്ക് ടയേഴ്സിലാണ്, നിങ്ങൾക്ക് കാണാം. യെസ്, ആ ഫോർച്യൂണർ ഇപ്പൊ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹൈലക്സിന്റെ ഒരു നമ്മുടെ ചാനലിൽ ഒരു റിവ്യൂ വീഡിയോ കിടപ്പുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന്റെ ലിങ്ക്. നമ്മൾ ഈ സെയിം വെഹിക്കിളിൽ തന്നെയാണ് നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർച്യൂണറിൽ നമുക്ക് എക്സ്പീരിയൻസിന് പോയിട്ട് വരാം, ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, നമ്മളിപ്പം സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ടയേഴ്സ് ആണ് നമ്മൾ വെഹിക്കിളിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. ഇതിലിപ്പം മാറ്റിയേക്കെന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റെപ്സ് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. വെഹിക്കിൾ ബാക്കി എല്ലാം സ്റ്റോക്കാണ്. നമ്മൾ പോകുന്ന ടെറൈൻ ഇതേ കണ്ടല്ലോ, നമ്മൾ ആദ്യമേ വന്ന് നമ്മൾ ടെറൈനൊക്കെ നോക്കിയതാണ്. ഇപ്പൊ ഇവിടെ ഒരു സൈഡിലേക്ക് ഒരു ഡീപ്പ് ഒരു സ്ലാൻഡിങ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് നല്ല ഒരു ഈ പറഞ്ഞ പോലെ മൊത്തം നമ്മുടെ ഈ റബ്ബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട് മൊത്തം ഇലകളൊക്കെ വീണ് നല്ല ഇതായിട്ട്. അപ്പൊ ഡ്രൈ ആയതുകൊണ്ട് കൂടുതലും നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. കണ്ടോ, നമ്മൾ ഈ സ്റ്റോക്ക് ടയറിലാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. അതിന്റെ ഒരു ക്യാപ്പബിലിറ്റി ഒക്കെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. നമ്മളിപ്പം H4 ഇട്ടേക്കുന്നത്, ലോയിൽ ഇട്ടിട്ടില്ല, നമ്മൾ H4 കൊടുത്തേക്കുന്നത്. നമ്മളിപ്പം ദേ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ഫ്രണ്ടില് ഹൈലക്സ് പോകുന്നുണ്ട്. ദേ നോക്കിക്കേ, ഇവിടെ നല്ലൊരു ആർട്ടിക്കുലേഷൻ വരുന്നുണ്ട്. ഹൈലക്സ് പോകുന്ന നമുക്ക് കാണാൻ, കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെക്സ് ചെയ്യാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ടെറൈൻ ആണ് നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഈ ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോയിൽ നമ്മൾ ഓൺ റോഡിൽ നമ്മൾ എപ്പോഴും പെർഫോം ചെയ്യുന്ന രീതിയിലല്ല ശരിക്കും പറഞ്ഞ ഓഫ് റോഡിങ്.
അത് അത്യാവശ്യം നല്ലൊരു ട്രാക്കായിരുന്നു. നല്ല രീതിയിൽ ഫോർച്യൂണർ പെർഫോം ചെയ്തു അവിടെ. അപ്പൊ നമ്മളിപ്പം നേരെ ഹൈലക്സിലേക്ക് കയറിയിരിക്കുവാണ്. ഹൈലക്സ് ഏത് രീതിയിലൊക്കെ പെർഫോം ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നല്ല ഒരു കട്ടിങ് ഉള്ള വഴിയാണ് കയറുന്നത്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഈ ഒരു നമുക്കൊരു ഓഫ് റോഡിങ് നല്ല ക്ഷമയുള്ള പരിപാടിയെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു എന്താ പറയുന്നത്, വളരെ സ്ലോയിലാണ്. നമ്മൾ ഓൺ റോഡ് പോകുന്ന പോലെ അല്ല. നമ്മൾ ഓൺ റോഡ് നമ്മൾ നമ്മുടെ സൗകര്യം പോലെ എല്ലാ സ്പീഡിലൊക്കെ പോകും. പക്ഷെ ഇത് നമുക്ക് സ്പീഡിൽ പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു ഓഫ് റോഡിങ് എക്സസൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ലോയിൽ വളരെ ആ ഒരു ആർട്ടിക്കുലേഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് എന്നാലേ നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടത്തുള്ളൂ. ഒരു നല്ലൊരു സ്ലാൻഡിങ് ആയിരുന്നു നമുക്ക് കയറിയത്. ഇപ്പം നമ്മൾ കയറിയത് ഒരു നല്ലൊരു ഇൻക്ലിനേഷൻ ആയിരുന്നു, നല്ല ഡീപ്പായിരുന്നു. അത് നമ്മൾ വന്നിട്ട് അവിടെ മാത്രമാണ് നമ്മൾ ആദ്യമേ H4-ലായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ L4-ലേക്ക് ആഡ് ചെയ്തു. ടൈമിൽ വരുന്നുണ്ടോ അവിടെ നല്ല രീതിയിൽ ആ ഒരു ആർട്ടിക്കുലേഷൻസ് ഒക്കെ ഫോർച്യൂണറിന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യണ്ട, വണ്ടി തന്നെ എല്ലാം ചെയ്തോളൂ. നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ആ ഹിൽ ഡിസൈൻ കൺട്രോളിൽ നല്ല രീതിയിൽ വണ്ടി അത് ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആ ടെറൈൻ സെൻസ് ചെയ്ത് കയറി പോകുന്നുണ്ടോ.
ഒരു ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ആക്റ്റീവ് ആകുന്നതുകൊണ്ടാണ് ആ പിടുത്തം വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.